പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും അയൽവാസി വെട്ടിക്കൊന്നു. നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ മീനാക്ഷി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് അയൽവാസി ചെന്താമര ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ കടന്നുകളഞ്ഞ ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. പോത്തിനെ വിളിച്ച് ഇന്നമാരി രണ്ടുപേര് വണ്ടി മറിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ വേഗം വരണം പറഞ്ഞു. ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബൈക്കെടുത്ത്, ഞാനും എൻ്റെ കൂടെയുള്ള തൊഴിലാളി ബൈക്കെടുത്ത് പോവുകയും അവിടെ പോയപ്പോൾ ഒരാൾ വെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സുധാരൻ പറയുന്ന ആൾ വെട്ടുകൊണ്ട് ദത്തായിട്ടുണ്ട്. അയാളെ ഞങ്ങൾ നോക്കിയില്ല. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഈ സുധാരേട്ടൻ്റെ അമ്മ പെടഞ്ഞു കിടക്കണ്ടായിരുന്നു, വെട്ടുകൊണ്ട് പെടഞ്ഞു കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു, വേഗം ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസിൽ ആളിനെ കയറ്റി നേരെ നെന്മാറ ആശുപത്രി എത്തുന്ന മുന്നേ അമ്മയും മരിച്ചു. യഥാർത്ഥത്തിൽ ഇവനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പിണങ്ങിയിരിക്കാൻ തുടങ്ങി കുറേ കാലമായി. യഥാർത്ഥത്തിൽ അയൽവാസിയായ ഈ മീനാക്ഷി അമ്മയും സുധാകരൻ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ്റെ ഭാര്യ സജിത, അവരാണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന നിലയിലാണ് നേരത്തെ തന്നെ 2019 അന്നത്തെ അതിക്രൂരമായ കൊലപാതകമാണ്. ഇതുപോലെ ആ കഴുത്തിന് അറുത്തു കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കഴുത്തിലും പുറകിലും വെട്ടിയിട്ടാണ് അന്ന് സജിതയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇവര് ജയിലിലായിരുന്നു. ഇപ്പോൾ പരോള് കിട്ടിയിട്ട് അറിയാൻ കഴിഞ്ഞത് 1.5 മാസമായി എന്നുള്ളതാണ്. ടി നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, നാടിനെ നടുക്കിയ നിഷ്ഠൂരമായ ഇരട്ട കൊലപാതകം, ഈ പ്രതിക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് എങ്ങനെയാണ് നടത്തുന്നത്? എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ളത്. അതായത് ഈ ബോയൻ കോളനിയിലെ സുധാകരനൊപ്പം മാതാവ് ലക്ഷ്മി എന്നിവരെയാണ് ഈ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിന് കാരണമായി പറയുന്നത് അയൽവാസികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതിൽ ഇവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ വന്നാണ് ഈ മാതാവിനെയും മകനെയും കൂടെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇവിടെയുള്ള നാട്ടുകാരാണ് ഈ ഒരു കൊലപാതക വിവരം ആദ്യം അറിഞ്ഞത്. മറ്റൊരു അയൽവാസിയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഈ 2 പേരെയും നെന്മാറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ചെന്താമരയെ കണ്ടുപിടിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം നാട്ടുകാരും ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണുള്ളത്. വൈകിട്ടോടുകൂടി തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് MLA ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇയാളെ പറ്റി നിരവധി പരാതികൾ നേരത്തെയും ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇയാൾക്ക് ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഈ ഒരു സംഭവം നടന്ന തൊട്ടു പിന്നാലെ തന്നെ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ടി നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. പഞ്ചാരക്കൊല്ലയിലെ നരഭോജി കടുവ ചത്ത നിലയിൽ. വയനാട് പഞ്ചാരക്കൊല്ലയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെ ദൗത്യസംഘം നടത്തിയ തെരച്ചിലിനിടെയാണ് മാനന്തവാടി പിലാക്കാവിൽ കടുവയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് മറ്റു കടുവകളുണ്ടോ എന്ന് കണ്ടെത്താൻ 2 ദിവസം കൂടി പ്രത്യേക ദൗത്യം തുടരുമെന്ന് വനമന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച പഞ്ചാരക്കൊല്ലിയിലെ തോട്ടം തൊഴിലാളി രാധയുടെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തിരച്ചിൽ 4ാം ദിവസത്തിലേക്ക് നീളുന്നതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. ചത്തത് നരഭോജി കടുവ തന്നെയാണെന്ന് മിനിറ്റുകൾക്കുള്ളിൽ വനമന്ത്രിയുടെ സ്ഥിരീകരണം. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി 12:30യോടെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. 2:30 വരെ കടുവ നിരീക്ഷണത്തിലുണ്ടായി. ഇതിനിടെ കടുവയെ വെടിവെച്ചെങ്കിലും കടുവയ്ക്ക് വെടികൊണ്ടോ എന്ന കാര്യത്തിലും ഇതാണോ മരണകാരണം എന്നതിലും വ്യക്തതയില്ല. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവാണ് ചെയ്തത്. അല്ല, ഞങ്ങൾക്ക് രാത്രി മയക്കുവെടി വെക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, രാത്രി നമ്മൾ 12:00 നമ്മൾ സ്പോട്ട് ചെയ്തു, നമ്മൾ അതിനെ ട്രാക്ക് ചെയ്തു. കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ഇതടക്കം മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് വനം വകുപ്പും പ്രദേശവാസികളും. മീഡിയ 1 വയനാട്.
പഞ്ചാരക്കൊല്ലയിൽ കടുവാഭീതി ഒഴിഞ്ഞതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് അവർ സന്തോഷം പങ്കിട്ടത്. ചത്തത് നരഭോജി കടുവ തന്നെയെന്ന് ഉറപ്പിച്ചതോടെ ദിവസങ്ങൾ നീണ്ട രോഷവും സങ്കടവും സന്തോഷത്തിന് വഴിമാറി. രാവിലെ 6:30 കടുവയുടെ ജഡം ലഭിച്ചതോടെ തന്നെ ജനങ്ങളുടെ ആഹ്ലാദം അണപൊട്ടിയിരുന്നു. ചത്തത് രാധയുടെ ജീവനെടുത്ത കടുവ തന്നെയെന്ന് സ്ഥിരീകരണമെത്തിയതോടെ ആഘോഷം ആരംഭിച്ചു. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തുള്ള ഓരോ ആളുകളുടെ മുഖഭാവം നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. അവിടെ തന്നെ ഞങ്ങളുടെ എത്രത്തോളം ആശ്വാസകരമാണ്, സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ബോധ്യമാണ്. ഇനി അങ്ങനത്തെ ഒരു കടവ് പെടാതിരുന്നാൽ മതി, അത് മാത്രമേ നമുക്ക് പറയാൻ. എന്താ പറഞ്ഞാൽ എൻ്റെ മോന് അതിൽ വരുന്ന സമയത്താണ് കുരങ്ങിൻ്റെ മേത്തേക്ക് ചാടിയത് സാധനം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾ കടന്നുപോയ മാനസികാഘാതങ്ങൾ കൊണ്ടാകാം ഭീതി ഒഴിഞ്ഞു എന്ന് പലർക്കും ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. നാളെ മുതൽ മര്യാദയ്ക്ക് പണിക്ക് പോകാം. എന്നാലും പേടിയുണ്ടാവും. ഒന്നൊന്നല്ലല്ലേ സാറേ, കുറേ ഇല്ലേ ഇപ്പോൾ ആ നാട്ടിലൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഒന്നും ഞങ്ങൾ വിചാരിച്ചുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കണ്ടൊക്കെ ഞങ്ങൾ പണിക്ക് പോകും. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി വനിത കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കാൻ പോയ സമയത്താണ് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ രാധയെ കടുവ ആക്രമിച്ചത്. കണ്ടെത്തുമ്പോൾ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. ടി അനീസ് അലി, മീഡിയ 1, വയനാട്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്ക്. ETR എസ്റ്റേറ്റിലെ ലയത്തിൽ താമസിക്കുന്ന അന്നലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. സമീപത്ത് അരിക്കടയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് കേട്ട് പുറത്തിറങ്ങിയതാണ് അന്നലക്ഷ്മി. ഈ സമയത്ത് ആന ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം കരുളായിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആന കൃഷിയിടത്തിലെത്തിയത്. മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയെന്ന് നാട്ടുകാർ. റേഷൻ വ്യാപാരികളുടെ സമരത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. 14,000-ഓളം വരുന്ന റേഷൻ കടകളിൽ 200-ഓളം കടകൾ മാത്രമാണ് ഇന്ന് തുറന്നത്. പ്രശ്നപരിഹാരത്തിന് സമരക്കാരുമായി സർക്കാർ 2 മണിക്ക് ചർച്ച നടത്തും. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും സർക്കാർ നൽകി. സർക്കാരിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചും സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. വേതന വർധന നടപ്പിലാക്കുന്നതിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കും വരെ സമരമെന്നതാണ് നിലപാട്. എന്നാൽ ചർച്ചയ്ക്ക് വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും മന്ത്രി. അവർക്ക് കട നടത്താൻ കഴിയില്ലെങ്കിൽ കട നടത്താൻ കഴിയില്ലെന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് കത്ത് കൊടുത്ത് താക്കോലും കൊടുത്താൽ സ്വാഭാവികമായിട്ടും മറ്റാരെങ്കിലും ഏൽപ്പിച്ച് കട നടത്താൻ കഴിയും. മറ്റു വഴികളില്ലാത്തതിനാലാണ് സമരരംഗത്തിറങ്ങിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇത് തീർക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച ഒരു ചർച്ചയിൽ മുൻവിധിയോടുകൂടി പങ്കെടുക്കുന്ന ഒരു മന്ത്രി, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ പേടിപ്പിച്ച് ഞങ്ങളെ കീഴടക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. ഭരണാനുകൂല തൊഴിലാളി സംഘടനകളുടെ കൂടി പിന്തുണയോടെയാണ് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം. അരുവിക്കര MLA-യും CPM നേതാവുമായ G. സ്റ്റീഫൻ തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. സമരം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദു ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ നീക്കം. സഞ്ചരിക്കുന്ന അരിവണ്ടികൾ കൂടുതലായി ഇറക്കാനും നിർദ്ദേശമുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മദ്യവില വർധനവ് നിലവിൽ വന്നു. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വർധന. ജനപ്രിയ ബ്രാൻഡായ ജവാന് 10 രൂപ കൂടി. 62 കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്കാണ് വില വർധന. 45 കമ്പനികളുടെ 17 ബ്രാൻഡുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റിന് വില കൂടിയ പശ്ചാത്തലത്തിലാണ് മദ്യക്കമ്പനികളുടെ ആവശ്യപ്രകാരം വില വർദ്ധിപ്പിച്ചത്. മദ്യവില വർദ്ധിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വില വർധന. വില വർധനവ് പിൻവലിക്കണമെന്ന് VD സതീശൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മദ്യനയം മാറ്റിയതെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. പൊതുമേഖലയിലുള്ള മലബാർ ഡിസ്റ്റിലറിക്ക് കൊടുക്കാത്ത വെള്ളം സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു. ഒയാസിസ് കമ്പനിയെ സഹായിക്കാനുള്ള ബാധ്യത ആർക്കാണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. 2022-ൽ റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്റിലറിക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇനിയും സംസ്ഥാന അധ്യക്ഷനായി തുടരാനില്ലെന്ന് K. സുരേന്ദ്രൻ BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, V. മുരളീധരൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്.
PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയ ഒഴിവിലാണ് 2020 ഫെബ്രുവരി 15 കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായത്. സുരേന്ദ്രന്റെ 5 വർഷം ഒറ്റ ടേമായി പരിഗണിക്കണമെന്ന് സുരേന്ദ്രൻ പക്ഷവും 2 ടേമായി കണക്കാക്കണമെന്ന് മറുപക്ഷവും വാദിക്കുന്നതിനിടയിലാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ഈ വാർത്തകളോടുള്ള സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: അല്ല, അതൊന്നും ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേസ് വരുമ്പോഴും കേസ് വരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കേസ് മാറുകയാണെങ്കിലും എനിക്കറിയില്ല, തുടരുകയാണെങ്കിലും എനിക്കിപ്പോൾ അത് പറയാനുള്ള ഞാൻ അതിന്റെ ശേഷിയില്ല. എന്നാൽ തൃശൂർ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. പ്രസിഡന്റ് പദവി വേണ്ടെന്നാവശ്യപ്പെട്ടിട്ടും ദേശീയ നേതൃത്വം തുടരണമെന്നാവശ്യപ്പെട്ടാൽ പാർട്ടിയിൽ സുരേന്ദ്രൻ കൂടുതൽ ശക്തനാകും. അതേസമയം സംഘടനയ്ക്ക് ഏറ്റവും വലിയ വളർച്ചയുണ്ടായത് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായപ്പോഴാണെന്നും മുരളീധരനെ വീണ്ടും അധ്യക്ഷനാക്കിയാൽ സംസ്ഥാന തലത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നും പുനഃസംഘടന സംബന്ധിച്ച യോഗങ്ങളിൽ ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. ശോഭാ സുരേന്ദ്രനായി ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. MT രമേശിന്റെ പേരും ഉയർത്തിക്കാട്ടുന്നവരുണ്ട്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനും സാധ്യതകളുണ്ട്. പുനഃസംഘടനയ്ക്കൊപ്പം വലിയ മാറ്റങ്ങളാണ് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ വന്നത്. 14 ജില്ലാ കമ്മിറ്റികൾക്ക് പകരം 30 സംഘടനാ ജില്ലകൾ നിലവിൽ വന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 2 മണ്ഡലം കമ്മിറ്റികളും നിലവിൽ വന്നു. പുനഃസംഘടനയിൽ പലയിടത്തും തർക്കം തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. വിമതരുടെ എതിർപ്പിനിടെ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. രാവിലെ RSS ഇടപെടലിനെ തുടർന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ സമവായത്തിലെത്തിയിരുന്നു. എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. പ്രശാന്ത് ശിവൻ ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിൽ ഇവർ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് വക്താവായതിൽ സന്ദീപ് വാര്യരെ പരിഹസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസിന് 1,900 വക്താക്കളുണ്ടെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. പാലക്കാട്ടെ സംഘടനാ പ്രശ്നങ്ങളിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു പ്രതികരണം. 1,900 വക്താക്കൾ ജനറൽ സെക്രട്ടറി ആവുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് മറന്നുപോയി. നിങ്ങളിങ്ങനെ ഓരോന്ന് അടിച്ചുകൂടുക, ആൾക്കാരെ എന്നിട്ട് കുഴിയിലിറക്കും. 1,900 വക്താക്കളുണ്ട് KPCC. BJPയിലെ ഒരു അല്ല, അദ്ദേഹം BJPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. BJPക്ക് 300 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. NDA വിടണമെന്ന BDJS പ്രമേയം. കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി വിടണമെന്നാവശ്യപ്പെട്ട് BDJS പ്രമേയം പാസാക്കി. NDAയിൽ കടുത്ത അവഗണന നേരിടുന്നു. കഴിഞ്ഞ 9 വർഷമായി ഒരു പരിഗണനയും ലഭിക്കുന്നില്ല. അർഹമായ സ്ഥാനമാനങ്ങൾ നൽകിയില്ലെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്ത ക്യാമ്പിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. തുടർ തീരുമാനങ്ങൾക്കായി സംസ്ഥാന സമിതിയെ ചുമതലപ്പെടുത്തി. തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ BJP പിന്തുണ ലഭിച്ചില്ലെന്നും ക്യാമ്പിൽ വിമർശനമുയർന്നു. സന്ദീപ് വാര്യരെ KPCC വക്താവായി നിയമിച്ചു. മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സന്ദീപ് വാര്യർ പങ്കെടുക്കും. BJP വിട്ടുവന്ന സന്ദീപിന് ഇതുവരെ കോൺഗ്രസ് പദവികൾ നൽകിയിരുന്നില്ല. KPCC പുനഃസംഘടനയോടെ കൂടുതൽ പദവികൾ നൽകുമെന്ന് KPCC നേതൃത്വം സന്ദീപ് വാര്യർക്ക് ഉറപ്പ് നൽകി. സന്ദീപിനെ KPCC ജനറൽ സെക്രട്ടറിയാക്കുമെന്നാണ് വിവരം. കോഴിക്കോട് താമരശ്ശേരിയിൽ കാട്ടുപോത്തിറങ്ങി. പെരുമ്പള്ളി എസ്റ്റേറ്റിലാണ് 2 കാട്ടുപോത്തുകളെ കണ്ടത്. RRT സംഘം സ്ഥലത്തെത്തി. മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർവകലാശാലയിൽ SFIയുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ക്രമസമാധാന പ്രശ്നമുള്ളതിനാൽ ഉടൻ സമരപ്പന്തൽ പൊളിക്കില്ല. വൈസ് ചാൻസലർ സർവകലാശാലയിലെത്തിയാൽ SFI തടയും. പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെച്ചു. യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ അനുവദിക്കാത്തതാണ് തർക്കത്തിന് കാരണം. 4 ദിവസമായി സർവകലാശാല ക്യാമ്പസിൽ SFI സമരം നടത്തുകയാണ്. സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് സർവകലാശാല അധികൃതർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നമുള്ളതിനാൽ ഉടൻ സമരപ്പന്തൽ പൊളിക്കില്ല. എന്നാൽ സർവകലാശാലയിൽ VC എത്തിയാൽ തടയുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. നമ്മുടെ ജനാധിപത്യം വരെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട് റിസൾട്ടും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വൈസ് ചാൻസലർ ഇടപെട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തത്. അത് അനുവദിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെച്ചു. മീഡിയ 1 തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കമുണ്ടായി എന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്ന് AP അനിൽകുമാർ. താനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. സർവേ ആർക്കും നടത്താം. തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കുന്നതിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും. അത്
പറയും, അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, എല്ലാവരും കൂടി തീരുമാനിക്കും. അത് പിന്നെ വിമർശനം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്പരം വലിയ ഒരു പോരാട്ടത്തിന്റെ തലത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. AICC ആണ് ഔദ്യോഗികമായിട്ട് പലപ്പോഴും സർവേ നടത്താറുള്ളത്. AICC അതിന് ഏജൻസിയുണ്ട്, അവർ സർവേ നടത്തും, ആ റിസൾട്ട് പരിശോധിക്കും. അത് KPCC അതുപോലെ തന്നെ അത് പരിശോധിച്ച് തീരുമാനങ്ങളെടുക്കും. പക്ഷെ ആർക്ക് വേണമെങ്കിലും സർവേ നടത്താം. തൃണമൂൽ കോൺഗ്രസ് ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ UDF എടുക്കണോ എന്നുള്ളത് UDF നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അത് സമയം വരുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കും, യാതൊരു സംശയമില്ല. CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്ത ജില്ലാ സമ്മേളനമാണ് മോഹനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 16 പേർ പുതുമുഖങ്ങൾ, 6 പേരാണ് വനിതകൾ. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. ഇതോടെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തായി. UDF ധാരണ പ്രകാരം ലീഗിനായി പ്രസിഡന്റ് സ്ഥാനം മാറാതിരുന്നതിനെ തുടർന്നാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കോൺഗ്രസും ലീഗും CPM അടക്കം 13-ൽ 11 അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കാട് പുറത്തായി. ഇനി മുസ്ലിം ലീഗിലെ OK അഹമ്മദിനെ പ്രസിഡന്റാക്കി ഭരണം തിരിച്ചുപിടിക്കാനാണ് UDF നീക്കം. പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന DCC നിർദ്ദേശം പോളി കാരക്കാട് അനുസരിച്ചിരുന്നില്ല. കോൺഗ്രസിന്റെ ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ റാലി അല്പസമയത്തിനകം മധ്യപ്രദേശിൽ ആരംഭിക്കും. അംബേദ്കറെയും ഭരണഘടനയും അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായും RSS മേധാവി മോഹൻ ഭഗവത്തും മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ റാലി തുടങ്ങും? ഇപ്പോൾ റാലി ഇതിനകം തന്നെ ഇൻഡോറിൽ ആരംഭിച്ചിരിക്കുകയാണ്. റാലിയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ തുടങ്ങിയ നേതാക്കന്മാരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കോൺഗ്രസിന്റെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. വേദിയിൽ നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ അറിയാവുന്നത് സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരുടെ, സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെയൊക്കെ വലിയ ചിത്രങ്ങളാണ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ, മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ, ഭരണഘടന എന്നീ മുദ്രാവാക്യങ്ങൾ, 3 മുദ്രാവാക്യങ്ങൾ തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ കർണാടകത്തിൽ തുടങ്ങിയ ഒരു യാത്രയുടെ, ഒരു പ്രക്ഷോഭ റാലിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു റാലി തന്നെയാണ് ഇപ്പോൾ അംബേദ്കറുടെ ജന്മസ്ഥാനമായിട്ടുള്ള മഹോയിൽ നടക്കുന്നത്. ഇതിനകം തന്നെ കാര്യം അംബേദ്കറെ ആക്ഷേപിച്ച അമിത്ഷാ മാപ്പ് പറയണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതുകൂടാതെ RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത്തും ഈ ഭരണഘടനയെയും അംബേദ്കറെയും അപമാനിച്ചു, അദ്ദേഹവും മാപ്പ് പറയണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി ഉയർത്തിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അടിസ്ഥാനപരമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുള്ള റാലിയിൽ 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരി, ധനസുമോദ്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. വലൻസിയെ 1-7 ഗോളിനാണ് തോൽപ്പിച്ചത്. ഫെർമൻ ലോപ്പസ് ബാഴ്സയ്ക്ക് വേണ്ടി ഇരട്ട ഗോൾ നേടി. 3-ാം സ്ഥാനത്ത് തുടരുന്ന ബാഴ്സയുടെ പോയിന്റ് നില 42ആയി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിൻസ് ആണ് യുണൈറ്റഡിനായി ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ലെസ്റ്റർ സിറ്റിക്കെതിരെ ടോട്ടനം തോൽവി വഴങ്ങി. 1-2 ഗോളിനാണ് ലെസ്റ്റർ ജയിച്ചത്.